ഇന്നവിറ്റബിൾ ക്രിയേറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ്, ഒരു ഡ്രസ് ഹാളിൻ്റെ വീഡിയോ. ഡ്രസ് ഹാളിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിതൊരു റാൻഡം ആപ്സിൽ നിന്ന് വാങ്ങി, അതായത് ഫ്ലിപ്കാർട്ട്, മീഷോ, പിന്നെ മിന്ത്ര, അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പിംഗ് ആപ്സിൽ നിന്ന് വാങ്ങിയ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഹാളാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ബിഗ് ബില്യൺ സെയിൽ വന്ന സമയത്താണ് വാങ്ങിയത്, പിന്നെ മീഷോ, പിന്നെ നമ്മുടെ മിന്ത്ര. അപ്പോൾ നമുക്കത് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ടോപ്പ് നോക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 1 month ആയി എനിക്ക് വന്നിട്ട്. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ടാഗ് പോലും ഇതുവരെ ഒന്നും അഴിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് സൈസ് വലുതാണ്, ഷേപ്പ് ഒന്നും ചെയ്തില്ല. ഞാൻ ഇതുവരെ ഒന്നും, നമുക്കിപ്പോൾ അങ്ങനെ പുറത്തൊന്നും പോകണില്ലല്ലോ, അത് കാരണം ഒന്നും ചെയ്തില്ല. അപ്പം ഇതാണ് ടോപ്പ്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടോപ്പ്. നല്ലൊരു ടോപ്പാണ്, റെഡും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്ന നല്ലൊരു കുർത്തിയുടെ ടോപ്പാണ്. ഇത് വന്നിട്ട് റയോൺ മെറ്റീരിയലാണ്. ഇതിലിങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്, ഇതിങ്ങനെ അവർ ഒട്ടിച്ച് വെച്ചിട്ടില്ല, ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ഒരു റെഡ് കളർ വരുന്ന പോർഷനിലെല്ലാം അതുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ താഴത്തെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വരുന്നത് കേട്ടോ, നേരെയുള്ള ഷേപ്പല്ല, ഈ ഒരു ഷേപ്പ്. ഇത് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്, നല്ല റിവ്യൂ ഉള്ള ടോപ്പാണ്. എനിക്കിത് നല്ല വലുതാണ്. ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് സ്മോൾ സൈസാണ് എടുത്തേക്കുന്നത്, പക്ഷെ എനിക്ക് നല്ല വലുതാണ്. നന്നായിട്ട് ഷേപ്പ് ചെയ്യണം. മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്, പക്ഷെ ഒരു എന്തോ നമ്മൾ ചൂടത്തൊക്കെ ഇട്ടാൽ എനിക്കറിയത്തില്ല, കുറച്ച് ഇതായിരിക്കും. പിന്നെ അത്യാവശ്യം കട്ടുള്ള മെറ്റീരിയലാണ്, എന്നാലും നമ്മൾ ഇന്നേഴ്സ് ഇടേണ്ടി വരും. നല്ലൊരു ടോപ്പാണ് കേട്ടോ, നല്ലൊരു കുർത്തയുടെ ടോപ്പാണ്. നമുക്ക് റെഡോ ബ്ലാക്കോ ലെഗിൻസിൻ്റെ കൂടെ ജീൻസിൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ്. ഞാൻ ഇതൊന്നും സൈസൊന്നും ഷേപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇട്ട് കാണിക്കാത്തത്. പിന്നെ ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ലുക്ക് ബുക്ക് പോലെ ഇടാം. അടുത്ത നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ടോപ്പ്, ഞാൻ അതിൻ്റെ റേറ്റ് പറയാൻ മറന്നു കേട്ടോ. ഇത് വന്നിട്ട് എനിക്ക് അന്ന് 400 rupees കിട്ടിയത്. ഇതിന് ഞാൻ പല പ്രാവശ്യം നോക്കിയപ്പോൾ നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ബിഗ് ബില്യൺ സെയിൽ ടൈമിൽ 400 ആണ് കിട്ടിയത്. ഇത് വേറൊരു ടോപ്പാണ്. ഇതും റയോണിൻ്റെ മെറ്റീരിയലാണ്. ഞാൻ സാധാരണ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനം വാങ്ങുന്ന ടൈമിൽ റിവ്യൂസ് നോക്കും. ഒരുപാട് റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റ് നോക്കിയിട്ടാണ് കൂടുതൽ എടുക്കാറ്. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം എന്തായാലും നമ്മൾ 100 രൂപയാലും 200 രൂപയാലും ക്യാഷ് കൊടുത്ത് വാങ്ങണമല്ലോ, പിന്നെ വന്ന് തിരിച്ചയച്ച് അല്ലെങ്കിൽ ചില നമുക്ക് ഡെലിവറി ചാർജോട് കൂടിയൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് എടുത്തിട്ട് അതിൽ ഇപ്പം എനിക്ക് കുർത്തിയാണ് വേണ്ടതെങ്കിൽ യൂട്യൂബ് കുർത്തി ഹോളെന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എല്ലാ ലാംഗ്വേജസിലുള്ള ഇതിലും ടൈപ്പ് ചെയ്ത് കൊടുക്കും. മലയാളം അങ്ങനെയൊന്നും അടിക്കത്തില്ല, ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരുപാട് ഹിന്ദി, തമിഴ്, ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തേക്കുന്ന വീഡിയോസിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ചിലവരിങ്ങനെ തംബ്നെയിലിൽ തന്നെ കുറേ ഫോട്ടോസൊക്കെ ഇട്ടേക്കുമല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറുകൾ, ഞാൻ കണ്ടു വെച്ചിട്ടുള്ള ചുരിദാറോ അല്ലെങ്കിൽ അതിൽ കണ്ടിഷ്ടം തോന്നുന്ന ചുരിദാറോ എല്ലാം ഞാൻ ആ വീഡിയോസെല്ലാം ഞാൻ എടുത്തൊന്ന് വാച്ച് ലേറ്ററിൽ ഇട്ടിട്ടും പിന്നെ ടൈം എടുത്തതിന് ശേഷം നല്ല ചുരിദാറുള്ള വീഡിയോസ് നോക്കിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും. ആ സമയത്ത് നമുക്ക് അവർ നേരിട്ട് അതിൽ കാണിച്ചേക്കും, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞേക്കും, ഡ്രോബാക്സ് പറയും. അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ ഒരു ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാൻ ഈ 2 ചുരിദാറും വാങ്ങിയത് അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ കണ്ടതിന് ശേഷം ഞാനിങ്ങനെ അടിച്ചു കൊടുത്തു. ഇത് അടിച്ചു കൊടുക്കുമ്പോൾ 2-3 പേരുടെ തംബ്നെയിലിൽ ഈ സെയിം ടോപ്പ് അവർ ഇട്ടതും അല്ലാതെ ഈ ടോപ്പായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് നമുക്ക് കുറച്ചും കൂടെ അതിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിൽ ഫോട്ടോ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് നേരിട്ട് കാണാനും നമുക്ക് അവരുടെ റിവ്യൂ അറിയാനും സാധിക്കും. അപ്പോൾ അവരതിൽ നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, അവരിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൊള്ളാം, നമുക്ക് ഇട്ടാലും നല്ലതായിരിക്കും എന്ന്, അല്ലെങ്കിൽ മെറ്റീരിയൽ നല്ലതാണ് എന്നുള്ള ഉറപ്പുള്ള ഇതാണ് ഞാൻ കൂടുതലും വാങ്ങാറ്. മീഷോയുടെയും അതുപോലെ തന്നെ, ഫ്ലിപ്കാർട്ട് മാത്രമല്ല, മീഷോ, മിന്ത്ര, ഇതൊക്കെ ഞാൻ വാങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ അങ്ങനെ കൂടെ ഒന്നും ചെയ്ത് നോക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എത്ര 1000 ആയാലും 100 ആയാലും നമ്മൾ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്കത് വർത്ത് ആണോ എന്ന് നോക്കണമല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ ഈ സെയിം ടോപ്പും വാങ്ങിയത്. ഇത് ഞാനിങ്ങനെ കണ്ട് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഇതുപോലെ വേറെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ട സമയത്തും ഇത് ഒരു യൂട്യൂബർ ഇട്ടേക്കുന്ന കണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു റിവ്യൂ. ഇതൊരു ജീൻസിൻ്റെ കൂടെയാണ് ഇട്ടേക്കുന്നുണ്ട്, ലെഗിൻസിൻ്റെ കൂടെ ഇട്ടേക്കുന്ന ജീൻസ്. ഇത് നല്ലൊരു ടോപ്പാണ്. ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഇത് വെറും നമ്മൾ സിമ്പിൾ കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് ചുമ്മാ പുറത്തൊക്കെ പോകുമ്പോൾ
ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ്. ഇതും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, എനിക്ക് നല്ല വണ്ണവും കൂടുതലാണ്. ഇതും ഞാൻ സ്മോൾ സൈസാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെ ഒരു ഓപ്പണിങ്ങും വരുന്നുണ്ട്. ഞാനിതെല്ലാം ഷേപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പ്രത്യേക ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസോ എന്തെങ്കിലും ഇട്ടേക്കാം. നല്ല ഒരു ടോപ്പാണ്. നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും, ഈ പൂക്കളൊക്കെ കാണുമ്പം എനിക്കും ആദ്യം അങ്ങനെയാണ് തോന്നി. ആ ഫോട്ടോ കണ്ടപ്പോൾ എന്തോ പോലെ തോന്നുമല്ലോ, അല്ലേ പൂക്കളാണല്ലോ ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ആ യൂട്യൂബറിൽ ആ വീഡിയോയിൽ അത് നേരിട്ട് ഇങ്ങനെ ഇട്ടൊക്കെ കണ്ടപ്പോഴത്തേക്ക് നല്ലതായിട്ടുണ്ട്. പിന്നെ ഇത് റേറ്റും കുറവായിരുന്നു. ബിഗ് ബില്യൺ സെയിൽ സമയത്ത് എനിക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടിയതാണ്. ഐ തിങ്ക് 192 അങ്ങനെ എന്തോ ആയിരുന്നു, 198. ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല. അത് കാര്യം 500 മുകളിൽ ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ടായതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു. 198 എങ്ങനെയായാലും ഇത് ലാഭം തന്നെയാണ് നമുക്ക്. വേറെ ഡെലിവറി ചാർജ് ഒന്നും വരാതെ 198 ആണ്. നമുക്ക് ക്യാഷ്വലായിട്ട് ഇത് ഇന്നർ നമ്മൾ യൂസ് ചെയ്യണം, അപ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. തുണി കട്ടിയുണ്ട്, എന്നാലും ഞാൻ ഇന്നർ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ചുരിദാർ ടോപ്പെല്ലാം ഇടാറുള്ളത്. ഇത് ഞാൻ അതിൽ കണ്ടത് ഒരു ബ്ലൂ ജീൻസിൻ്റെ കൂടെയാണ് ഇത് കോമ്പിനേഷൻ കണ്ടത്. അത് നല്ല രസമുണ്ട്. ഇത് തുണി ചൂട് സമയത്തൊക്കെ പാടായിരിക്കും, പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്, തുണി ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഡ്രസ്സ് ഇതാണ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. ഇത് പല സമയത്ത് നോക്കുമ്പോഴും പല റേറ്റാണ്. ചില സമയത്ത് 900, 1000 വരെ കിടക്കും. പക്ഷെ അതിനുള്ള ഒന്നുമില്ല. ഒരു 400 ആ ഒരു റേഞ്ചിനൊക്കെ ഉള്ള സാധനമേ ഇതുള്ളൂ. ഇത് നമ്മുടെ ഒരു നീ ലെങ്ത് വരെ കിടക്കും. എനിക്ക് കുറച്ചും കൂടെ താഴോട്ട് കിടക്കും, ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇത് ഞാൻ വാങ്ങിയ സ്മോൾ സൈസാണ്. ഇതിൻ്റെ എക്സ്ട്രാ സ്മോളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഈ ടോപ്പിൻ്റെ ഒന്നും എക്സ്ട്രാ സ്മോൾ ഇല്ലായിരുന്നു. ഇത് സ്മോൾ സൈസാണ്. ഇത് എനിക്ക് കറക്റ്റാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ലൂസാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ്സ് വരത്തില്ല. സ്ലീവ്സ് ഇല്ലാതെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. ഞാൻ സ്ലീവ്ലെസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ സ്ലീവ്ലെസ് കംഫർട്ടബിൾ അല്ലാത്തവർ ഇത് വാങ്ങരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇതിൻ്റെ കൂടെ സ്ലീവ്സ് വരത്തില്ല. ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഷ്രഗോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിടാം. നല്ലൊരു അറ്റയറാണ്. ഇതെനിക്ക് 412 അങ്ങനെ എന്തായിരുന്നു റേറ്റ്. അതുപോലെ ഇതിനൊരു ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ പിന്നെ ഈ വെയിലടിക്കുമ്പോൾ അങ്ങനെ കാണത്തോ അങ്ങനെ ഒന്നുമില്ല. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. നല്ലതാണ്. നല്ലൊരു ഷൂസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്താൽ നല്ല ഒരു കാഷ്വൽ വെയറാണ്. നമുക്ക് ഒരു ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ബെൽറ്റിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. വേണമെങ്കിൽ നമുക്ക് ബെൽറ്റ് ഇടാം. പക്ഷേ എനിക്കെന്തോ പേഴ്സണലി ബെൽറ്റ് ഇടുന്നതിനോട് താല്പര്യമില്ല. ബെൽറ്റ് ഇട്ടാൽ ഇതുമായിട്ട് ഒത്തുപോകാൻ പാടായിരിക്കും. ഈ ഒരു ഇതിലിടുന്നതായിരിക്കും നല്ലത്. എനിക്കങ്ങനെ കേട്ടോ ഇഷ്ടം. ഇതിനെല്ലാം ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി 2 ഞാൻ വാങ്ങിയത് മീഷോയിൽ നിന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ 3 ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല, വാഷ് ചെയ്തിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് സൈസ് കുറയ്ക്കുക ഒന്ന് ഇട്ട് നോക്കി. സൈസ് കൂടുതലാണെന്ന് മനസ്സിലായി, വണ്ണം കുറയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് വാഷ് ചെയ്താലേ എനിക്കിതിൻ്റെ റിവ്യൂ അറിയത്തുള്ളൂ. മീൻസ് ഇത് കളർ പോകുമോ എന്നൊക്കെ അറിയത്തുള്ളൂ. പക്ഷേ ഞാൻ ആ കണ്ട വീഡിയോസിലൊക്കെ അവർ പറഞ്ഞേക്കുന്ന ഒരു 2-3 പ്രാവശ്യം വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ ഒരുപാട് പേര് ഇട്ട് കണ്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതും നീ ലെങ്ത് ആണ്. എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് കുറച്ച് താഴെ കിടക്കും. ഇതുപോലെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് നമുക്ക് ലെഗിൻസ് ഇല്ലാതെ തന്നെ കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ കോമ്പിനേഷൻ ഉണ്ട്. എല്ലാം ഉണ്ട്. ഒരു വൈറ്റ്, ഓഫ് വൈറ്റ് കളറുണ്ട്. ഇത് കുറച്ച് കട്ടി കുറവാണ്. പക്ഷെ നമ്മൾ ഷിമ്മിയോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോഴത്തേക്ക് അറിയത്തില്ല. ഞാൻ ഇത് ഇടുമ്പോഴത്തേക്ക് താഴെ കുറച്ച് എന്തെങ്കിലും ഷോർട്ട്സ് പോലെ എന്തെങ്കിലും ഇട്ടേക്കും. അപ്പോൾ എന്നുവെച്ചാൽ നമ്മുടെ നീ ലെങ്ത്തിന് മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള ഇടും. അല്ലാണ്ട് നമുക്ക് ലെഗിൻസിൻ്റെ ആവശ്യം വരത്തില്ല. കാര്യം എനിക്കിത് നല്ല താഴെ ഒരു ലെങ്ത് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് നമുക്ക് കിട്ടും. ഇതെനിക്ക് 343 സംതിങ് ആണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ നമുക്ക് മീഷോയിൽ അറിയാമല്ലോ, ലിങ്ക് ഒന്നുമില്ല, നമുക്ക് അതിൻ്റെ കോഡേ ഉള്ളൂ. അപ്പോൾ കോഡൊക്കെ ഇതിൻ്റെ 2ൻ്റെ ഇതും ഇനി അടുത്തതിൻ്റെയും കോഡ് ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ലൊരു ടോപ്പാണ് കേട്ടോ. നമുക്ക് വെറും കാഷ്വൽ വെയർ. പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ ഇത് ഫസ്റ്റ് വാഷിന് ഞാൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഞാൻ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഇച്ചിരി
വണ്ണം കൂടുതലായിരുന്നു. അപ്പം ഞാനും വണ്ണം അടിക്കാണ്ട് ഞാൻ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ മെറ്റീരിയൽ കണ്ടിട്ട് എനിക്ക് ചുരുങ്ങുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ് സൈസ് കറക്റ്റാക്കിയത്. വാഷ് ചെയ്ത സമയത്ത് ഈ ബ്ലാക്ക് കളർ കുറച്ചൊന്ന് ഒലിച്ചു പോയായിരുന്നു ആ വെള്ളത്തിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി കളർ കുറച്ച് പോവും. രണ്ടാമത്തെ ടൈം ഞാൻ വാഷ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആദ്യത്തെ സമയത്ത് നല്ലപോലെ ഒലിച്ചു പോകും. അതുപോലെ ഇത് കുറച്ച് തുണിയൊന്ന് ചുരുങ്ങുകയും ചെയ്യും. അപ്പം വാങ്ങിക്കുമ്പോൾ നമ്മളൊന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം വണ്ണം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതും ഞാൻ സ്മോൾ സൈസാണ് വാങ്ങിയത്. ഇതിന് എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നു. പക്ഷേ സൈസ് ചാർട്ടിൽ എനിക്ക് എക്സ്ട്രാ സ്മോൾ ഭയങ്കര ചെറുതായിരിക്കും. അത് എക്സ്ട്രാ സ്മോൾ അതിൽ വരുന്നത്, ഇതിൻ്റെ സൈസിലൊക്കെ എക്സ്ട്രാ സ്മോൾ വരുന്നത് കുറച്ച് കുഞ്ഞു കുട്ടികൾക്കുള്ള സൈസിലാണ് വരുന്നത്. കുട്ടികൾക്കൊക്കെ നല്ലതാണ്, ഇങ്ങനെ ഫ്രോക്ക് പോലെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. നമുക്ക് വലിയവർക്കാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു വൈറ്റ് ഷൂസൊക്കെ പെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഇനി അടുത്തത് മീഷോയിൽ നിന്ന് തന്നെയാണ്. ഇത് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ തന്നെ ഫോട്ടോസും ലുക്ക് ബുക്കും റിവ്യൂ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു കുർത്തയാണ്. കുർത്തയെന്ന് പറയുമ്പോൾ ഇതെനിക്ക് ഗൗൺ കണക്ക് ഇങ്ങനെ താഴെ കിടക്കും കേട്ടോ. ഇത് ഞാൻ ഷേപ്പ് ചെയ്തിട്ട് ഒന്നുമില്ല, ഇട്ട് നോക്കിയിട്ടുണ്ട് ജസ്റ്റ്. അപ്പോൾ എനിക്കറിയാം നല്ല വലിപ്പമാണ്. ഇത് ഒരു റയോൺ മെറ്റീരിയലിൻ്റെ കുർത്തയാണ്. അതിലിങ്ങനെ റെഡ് കളറ് നൂല് വെച്ചിട്ട്, ഇത് ഗ്ലാസ് അല്ല, ഇത് ഗ്ലാസ് മോഡൽ സീക്വൻസ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇത് അഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ നല്ല രീതിയിൽ ബാക്കിൽ കെട്ടൊക്കെ നല്ല രീതിയിൽ ടൈ ചെയ്തിട്ടിട്ടുണ്ട്. പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തോ അങ്ങനെയൊന്നുമില്ല. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല വാഷ് ചെയ്ത കളർ പോകുന്നത്. പക്ഷേ ഞാൻ കണ്ട റിവ്യൂവിൽ, ഒരു യൂട്യൂബർ ഇട്ടിരുന്ന റിവ്യൂവിൽ അവർ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഇട്ടിട്ടുള്ളത് വാഷ് ചെയ്താലൊന്നും കളർ പോകത്തില്ല എന്നാണ്. ഇതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഒരു പിങ്ക് ഉണ്ടായിരുന്നു. പിങ്കിൽ ഈ റെഡിന് പകരം ബ്ലൂ ഉണ്ടായിരുന്നു. അതുപോലെ യെല്ലോ ഞാൻ ഒരുപാട് സൈറ്റിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഫേവറേറ്റ് കളർ ബ്ലാക്ക്, ബ്ലൂ, ഈ നേവി ബ്ലൂ ഒക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തതാണ് ഈ നേവി ബ്ലൂ. ഇത് കുർത്തയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പാൻസിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെ ഇടുന്നതാണ്. പക്ഷേ എനിക്കിങ്ങനെ താഴെ വരെ കറക്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പാൻറ്റ് ഇട്ടാലും കാണത്തില്ല. പക്ഷേ ഇത് കുറച്ച് ഇങ്ങനത്തെ മെറ്റീരിയലാണ്, നൈസ് മെറ്റീരിയലാണ്. അതുകൊണ്ട് നമുക്കൊരു മുകളിൽ നമ്മളൊരു ഷിമ്മിയോ എന്തെങ്കിലും ഇടണം. ഇതുപോലെ ഇടുന്ന സമയത്ത് നമ്മൾ താഴെ അണ്ടർസ്കർട്ടോ എന്തെങ്കിലും ഇട്ടാൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് നിഴലടിക്കും നന്നായിട്ട്. നല്ലൊരു കുർത്തയെന്ന് പറയാൻ എനിക്ക് ഇടുമ്പോഴത്തേക്ക് ഗൗൺ കണക്കിരിക്കും. നല്ലൊരു ചോക്കർ നെക്ക് പീസുമായിട്ടും, നല്ലൊരു ഹെവി ചോക്കർ നെക്ക് പീസുമായിട്ടൊക്കെ നല്ല രീതിയിൽ പോകും. നമ്മൾ ഇയറിങ്സ് വേണമെന്ന് പോലും ഇല്ല. നല്ലൊരു ചോക്കർ നെക്ക് പീസുമായിട്ട് നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഷേപ്പ് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റൈലിംഗ് വീഡിയോ ഞാൻ സെപ്പറേറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിൽ ഞാൻ ഫോട്ടോസോ എന്തെങ്കിലും സെപ്പറേറ്റ് ഇട്ടേക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഡ്രസ്സായിട്ട് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. കാര്യം അഫോർഡബിളാണ്. എല്ലാം 500-ന് താഴെ. ഇത് ഞാൻ 471 ആണ് കേട്ടോ മീഷോയിൽ നിന്ന് വാങ്ങിയത്. ഇപ്പോഴും മീഷോയിൽ 471 ആണ് കിടക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ ഉണ്ട്. അപ്പോൾ വെറും പ്ലെയിൻ ആകത്തില്ല, ഒരു ജസ്റ്റ് ഒരു സ്റ്റൈലിംഗ് ഫാക്ടറും കൂടെ ഇതിലിങ്ങനെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇത് ഒരുപ്പെട്ട എല്ലാവർക്കും നല്ല രീതിയിൽ ചേരുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇനി ഷേപ്പൊക്കെ ചെയ്ത് ഇടുമ്പോഴത്തേക്ക് അറിയാവും. ഈ കളറൊക്കെ എനിക്ക് ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്ലീവ്, ഇങ്ങനത്തെ സ്ലീവ് കേട്ടോ. ഇങ്ങനെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ. അപ്പം ഇത് സംഭവം സിമ്പിളാണ്, ഒറ്റ കളറേ ഉള്ളൂ. ഈ ഒരു വർക്ക് ഇങ്ങനത്തെ സിമ്പിൾ വർക്കാണെങ്കിൽ പോലും ഈ ഒരു കൈയുടെ ഈ ഒരു സ്ലീവിൻ്റെ ഇതും അതുപോലെ ഇതൊക്കെ ഇതിന് കുറച്ചൊരു എക്സ്ട്രാ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് 471 മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. മീഷോയിൽ നമുക്ക് 7 or 15 days റിട്ടേൺ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെടുക്കാം. അതുപോലെ മീഷോയിൽ ഡെലിവറി ചാർജസും ഇല്ല. ചില ഡെലിവറി ചാർജസ് ഇല്ലെങ്കിലും ചില നമുക്ക് ഇച്ചിരി റേറ്റ് കൂടി തോന്നിക്കാം. ഇത് 471 ആണ്. 471 വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പല റാൻഡം സൈറ്റ്സിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഡ്രസ്സസാണ്. ഇത് ഞാൻ ഷേപ്പ് ചെയ്തതിന് ശേഷം സ്റ്റൈൽ ചെയ്ത് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഈ ഒരു കൊച്ചു ഹോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നമുക്ക് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും അതുപോലെ ഓഫീസ് വെയറിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് മെറ്റീരിയൽസ്, അഫോർഡബിൾ ആയിട്ടുള്ള ബിലോ 500 പറ്റിയ നല്ല ഡ്രസ്സ് ആണ്.
അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കയറി നോക്കാം. വേറെ ഒരുപാട് നല്ലത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ റിവ്യൂസൊക്കെ നോക്കി എടുക്കുന്നതുകൊണ്ട് ഒരുപാട് വാരി വലിച്ചൊന്നും വാങ്ങിയിട്ടില്ല. ഞാനിപ്പോഴും നോക്കിയിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ വാങ്ങിയവരുടെ ഇതുകൊണ്ടല്ലേ നമുക്ക് കണ്ടിട്ട് അവരുടെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റൂ. ചിലത് ഞാൻ അവിടെ പലയിടത്തുനിന്ന് വാങ്ങിയിട്ടൊക്കെ ഇതുപോലെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന സാധനം ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് കുത്തിയിരുന്ന് യൂട്യൂബൊക്കെ നോക്കി വാങ്ങണത്, റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷം മാത്രം വാങ്ങുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും വരുന്നത് വരെ ബൈ. ഫോട്ടോ എടുത്ത് വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്ത